ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കാണ്. 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ചെയ്യുന്നത്. ഈ ഫേസ് പാക്കിന് വേണ്ട 4 ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിന് അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അടിപൊളി ഫേസ് പാക്കാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അത്രയും റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടത് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ വേണ്ടത് കടലമാവാണ് മെയിൻ. ഫസ്റ്റ് കടലമാവ് എടുക്കാം. 2 ടീസ്പൂണായിട്ട് ചേർക്കണേ. ഇന്നത്തെ കുഞ്ഞ് സ്പൂണാണ്. ഓക്കെ, സെക്കൻഡ് വൺ വരുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് അരിപ്പൊടി എടുക്കാം. അതും കടലമാവിൻ്റെ അതേ അളവിൽ 2 ടീസ്പൂൺ. തേർഡ് വൺ തൈരാണ്. അപ്പോൾ നമുക്ക് തൈര് ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഫേസിലേക്ക് നല്ല സാധനങ്ങളാണ്. തൈര് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫോർത്ത് വൺ തേനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തേന ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അടിപൊളി ഫേസ് പാക്കാണ്. പിന്നെ ഇത് നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്, പിന്നെ പിമ്പിൾസ് വന്ന് പോയ മാർക്ക്, ഇതൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പോകും. പിന്നെ പറയാനുള്ളത്, ഓയിൽ വരുന്നതുകൊണ്ടാണല്ലോ ഫേസിൽ പിമ്പിൾസ് ഉണ്ടാകുന്നത്. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. പിന്നെ കൂടുതൽ ചാൻസ് ഓയിൽ വന്നിട്ട് പിമ്പിൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിമ്പിൾസ് കുറയും. ആയിട്ടാണെങ്കിൽ ഒരു ദിവസം ഇടവിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അടിപൊളി ഫേസ് പാക്കാണ്. നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വൃത്തിയായി കഴുകി വരണം. ഫേസിലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഫേസ് വാഷ് ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ. ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം, ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ട് വരാം. അപ്പോൾ അത് ഞാൻ സ്റ്റീം എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാനൊന്ന് സ്റ്റീം ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാനത് സ്റ്റീമൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കിയാണെങ്കിൽ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടാക്ക് തയ്യാറാക്കുന്ന സമയത്ത് അരിപ്പൊടിയും കടലപ്പൊടിയും ഒരേ അളവിൽ തന്നെ എടുക്കണേ. പിന്നെ കടലപ്പൊടി പറ്റാത്തവർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെറുപയർപ്പൊടി എടുക്കാം. തൈര് പറ്റാത്തവർക്ക് റോസ് വാട്ടർ ഒക്കെ ഉപയോഗിക്കട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തൈര് പറ്റൂല. തൈര് യൂസ് ചെയ്തെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരും. അങ്ങനെ പക്ഷേ എനിക്ക് തൈര് യൂസ് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, എനിക്ക് തൈരൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. റോസ് വാട്ടറാണ്. പക്ഷെ ഞാൻ ഇവിടെ തൈരാണ് എടുക്കുന്നത്. റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാ പച്ച വെള്ളം എടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തൈര് എടുക്കുന്നതാണ് ഇഷ്ടം. കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നാലും അത് ഒരു ദിവസം 2 ദിവസം പിന്നെ ഞാൻ പോയിക്കോളൂ. അതുകൊണ്ട് തന്നെ അത്ര മൈൻഡ് ചെയ്യാൻ കൊടുക്കില്ല. ഇത് കണ്ണിന് മേലൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിൽ ഞാൻ അത്യാവശ്യം തിക്കായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഗൈസ്, നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നനച്ച് കൊടുക്കാം. ആദ്യം നനച്ച് കഴിഞ്ഞിട്ട് മസാജ് ചെയ്യണേ. ഞാൻ പലപ്പോഴും മറക്കണ കാര്യമാണത്. നനച്ച് കൊടുക്കുമ്പോൾ മസാജ് ചെയ്യില്ല. നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി തുണി വെച്ച് തുടച്ചെടുക്കാം.
അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഫസ്റ്റ് ട്രൈ. നന്നായിട്ട് ഞാൻ വേഗം തുടച്ച് കാണിച്ചു തരാം. ഓ ഡിഫറൻസ്, നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോയിൽ ഞാൻ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല, പക്ഷെ നല്ല ചേഞ്ച് ഉണ്ട്. എന്തൊരു സന്തോഷം. എഴുത്തും കൂടി പൊക്കാം. രണ്ട് ഗൈസ് നല്ല ചേഞ്ച് ഇല്ലേ? സൂപ്പറായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. ഞാൻ കയ്യിലത്തെ കൂടി പോക്കിയിട്ട് കാട്ടിത്തരാം ഗൈസ്. ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഗൈസ് ഞാൻ കൈ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ചേഞ്ച് ഇല്ലേ? അപ്പോൾ അതാ നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല ഡിഫറൻസ് ഉണ്ട്. ഓ അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഫേസ് പാക്ക് ട്രൈ ചെയ്യുക. ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.